Hi dears, welcome back to our channel Arus Mom. Last video we basic 5 stitch പഠിച്ചു. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയായിട്ടുള്ള 5 സ്റ്റിച്ച് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. നമ്മൾ ആദ്യം തന്നെ 2 ലൈൻസ് പാരലൽ ആയിട്ട് വരച്ചു വെക്കുക. നമ്മൾ ആ ലൈൻസിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഈസി എന്നല്ല, ബിഗിനേഴ്സിനൊക്കെ ചെയ്ത് പഠിക്കാൻ എളുപ്പം അതാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ 2 ലൈൻസ് വരച്ച് വെക്കാം. അതിനുശേഷം അതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മുടെ നീഡിൽ കുത്തി മുകളിലോട്ട് എടുക്കും. ഇനി നമ്മൾ നമ്മുടെ നീഡിൽ താഴത്തെ ലൈനിൽ നമ്മൾ നേരത്തെ കുത്തിയ പോയിന്റിന് നേരെ താഴെ കുത്താണ്ട് കുറച്ച് മാറി കുത്തിയിട്ട് അടിയിലോട്ട് എടുക്കുക. അതിനുശേഷം മേലത്തെ ലൈനിൻ്റെ നേരെ മുകളിലോട്ട് നമ്മൾ താഴത്തെ കുത്തിയ പോയിന്റിന് ഈക്വലായിട്ട് മേലത്തെ പോയിന്റിലോട്ട് കുത്തി നമ്മുടെ നീഡിൽ ആ ത്രെഡിൻ്റെ ഉള്ളിക്കൂടെ എടുക്കുക. ഇനി നമ്മൾ താഴത്തെ ലൈനിൽ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മുടെ നീഡിൽ കുത്തി ഇറക്കുക. അതിനുശേഷം നേരെ മുകളിൽ മേലത്തെ ലൈനിൽ കുത്തി മുകളിലോട്ട് എടുക്കുക. ത്രെഡിൻ്റെ ഉള്ളിക്കൂടെ നീഡിലെടുക്കുക. ഇനി ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുക. ഇതാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതലും വീഡിയോയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ വേഗം തന്നെ മനസ്സിലാക്കും. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലും നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സാരി ആയാലും ചുരിദാർ ആയാലും ഒക്കെ ഡിസൈൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നല്ലൊരു ഫ്ലവർ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോസ് സ്റ്റിച്ച്. ബിഗിനേഴ്സൊക്കെ ക്രോസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് 2 ലൈൻസ് പാരലായിട്ട് വരച്ചെടുക്കുക. ആ 2 ലൈൻസിലും ഈക്വലായിട്ട് ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ പോയിൻറ്റും മാർക്ക് ചെയ്ത് വെക്കുക. ഒന്ന് ഡോട്ടിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. രണ്ടും ഈക്വലായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. ഇനി നമ്മൾ ഒരു പോയിന്റിൽ കുത്തി മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ലൈനിലെ രണ്ടാമത്തെ ആ ഡോട്ടിൽ കുത്തിയിട്ട് പിന്നെ നമ്മുടെ നീട്ട് താഴോട്ട് പയ്യെ ഇറക്കിയതിന് ശേഷം ആദ്യത്തെ ആ ഒരു ഡോട്ടിൽ കുത്തി മുകളിലോട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം നീഡിൽ കുത്തിയ ലൈനിൻ്റെ രണ്ടാമത്തെ ലൈനിൽ കൊണ്ടുവന്ന് കുത്തി താഴോട്ട് നീഡിലിറക്കും. ഇനി നമ്മൾ നീഡിൽ കുത്തി മുകളിലോട്ട് എടുക്കേണ്ടത് രണ്ടാമത്തെ ലൈനിൻ്റെ രണ്ടാമത്തെ ആ പോയിന്റിലൂടെ കുത്തി മുകളിലോട്ട് എടുക്കുക. നമ്മൾ കുത്തി ഇറക്കിയില്ലേ നീഡിൽ, അവിടെ തന്നെ കുത്തി മുകളിലോട്ട് എടുക്കും. ഇനി നീഡിൽ തൊട്ടപ്പുറത്തെ ലൈനിൽ ഇതേപോലെ കുത്തി ബാക്കിലോട്ട് കുത്തി മുകളിലോട്ട് എടുക്കും. ഇനി ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇനി സാറ്റിൻ സ്റ്റിച്ച്. ഫില്ലിംഗ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാറ്റിൻ സ്റ്റിച്ച്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. നമ്മൾ സാധാരണ പോലെ തന്നെ 2 ലൈൻസ് വരച്ചെടുക്കുക പാരലായിട്ട്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ലൈനിൽ ഫസ്റ്റ് നമ്മുടെ നീഡിൽ കുത്തി മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലൈനിൽ കുത്തി അടിയിലൂടെ മുകളിലത്തെ ലൈനിൽ കുത്തി മുകളിലോട്ട് എടുക്കുക. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് ഗ്യാപ്പ് വരാണ്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് നന്നായിട്ട് മുമ്പോട്ട് പോകും. അടുത്തത് ഹെറിംഗ്ബോൺ സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ 2 പാരലായിട്ട് 2 ലൈൻസ് വരച്ചെടുക്കുക. അതിനുശേഷം ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ കുത്തി താഴേന്ന് കുത്തി മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം അപ്പുറത്തെ ലൈനിൽ കുത്തിയിട്ട് കുഞ്ഞ് ഗ്യാപ്പ് വിട്ടതിന് ശേഷം മുകളിലോട്ട് നീഡിൽ കുത്തി മുകളിലോട്ട് എടുക്കുക. ഇനി ഈ ത്രെഡ് ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിച്ച ശേഷം നമ്മുടെ ആദ്യത്തെ ലൈൻ വരച്ചിട്ടില്ലേ, അതിൽ ഇതേപോലെ കുത്തി നമ്മുടെ നീഡിൽ മുകളിലോട്ട് എടുക്കുക.
ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ ലൈനിലും ചെയ്തെടുക്കുക. അതിനുശേഷം ആദ്യം ചെയ്ത ലൈനിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ മാറി മാറി 2 ലൈനിലും മാറി മാറി ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുക. നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റിച്ച് ഫെദർ സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരേപോലെ 4 ലൈൻസ് വരച്ചെടുക്കണം. അത് ഒരുപാട് ഗ്യാപ്പൊന്നും വേണ്ട, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വരച്ചെടുത്താൽ മതി 4 എണ്ണം. ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ നീഡിൽ കുത്തി മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ 3ാമത്തെ ലൈനിൽ കൊണ്ട് പയ്യെ താഴോട്ട് ഇറക്കിയതിന് ശേഷം 2ാമത്തെ ലൈനിൻ്റെ കുറച്ച് മുകളിലായിട്ട് കുത്തി മുകളിലോട്ട് എടുക്കുക. ഇതിൽ കുത്തിയെടുക്കുമ്പോൾ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ മറന്നു പോകരുത്. ഇനി നമ്മുടെ 4ാമത്തെ ലൈനിൽ നീഡിൽ കുത്തി താഴോട്ട് ഇറക്കുക. അതിനുശേഷം നമ്മുടെ 3ാമത്തെ ലൈനിൽ കുത്തിയിട്ട് മുകളിലോട്ട് എടുക്കുക. ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്തെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ 5 സ്റ്റിച്ചസ്. നിങ്ങൾ ചെയ്ത് നോക്കാം, നമുക്ക് വേഗം തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോസ്. 5 സ്റ്റിച്ചസും നമ്മൾ പഠിച്ചെടുത്തു. ഇനിയുള്ളത് ഫ്രഞ്ച് നോട്ടും റിംഗ് നോട്ടും അങ്ങനെയുള്ള സ്റ്റിച്ചസാണ്. അത് ഞാൻ അടുത്ത ദിവസം നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.